ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് ആണ് ഞാൻ കവർ ചെയ്ത്. അതിൻ്റെ 2 പ്രോബ്ലം ചെയ്തു. ഇന്ന് പ്രൊജക്ഷൻ ഓഫ് ലൈൻസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു ലൈൻ 4 ക്വാഡ്രന്റുകളിൽ കൂടി പാസ് ചെയ്യുന്ന ഏതൊക്കെ തരത്തിലാണ് ഒരു ലൈൻ പാസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ പൊസിഷനാണ് അത് കീപ്പ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് ലൊക്കേഷൻ ഓഫ് ലൈൻസ് ഇൻ സ്പേസ്. ആദ്യത്തെ ലൈൻസ് പാരൽ ടു ബോത്ത് പ്ലെയിൻസ് വി പി ആൻഡ് എച്ച് പി. എച്ച് പിക്കും വി പിക്കും പാരലായിട്ടുള്ള ഒരു ലൈൻ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ക്വാഡ്രൻസ് കാണിച്ചിരുന്നു. ഇത് വി പി, ഇത് എച്ച് പി. ഇതൊരു ലൈനാണെന്ന് വിചാരിക്കുക. ലൈൻ പാരൽ ടു ബോത്ത് പ്ലെയിൻ. വി പിക്കും എച്ച് പിക്കും പാരലായിട്ടുള്ള ലൈൻ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അതാണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ, ലൈൻ പാരൽ ടു വൺ പ്ലെയിൻ ആൻഡ് പെർപെൻഡിക്കുലർ ടു അനദർ. ഈ ലൈൻ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എച്ച് പിക്ക് പാരലാണ്, പെർപെൻഡിക്കുലർ ടു വി പി. ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ വി പിക്ക് പാരലും എച്ച് പിക്ക് പെർപെൻഡിക്കുലറും ആണ്. ഇങ്ങനെ 2 തരത്തിൽ വരാം. തേർഡ് വൺ, ലൈൻ പാരൽ ടു വൺ പ്ലെയിൻ ആൻഡ് ഇൻക്ലൈൻ ടു അനദർ. വി പിക്ക് പാരല് എച്ച് പിക്ക് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു ലൈൻ. അതുപോലെ തന്നെ എച്ച് പിക്ക് പാരലും വി പിക്ക് ഇൻക്ലൈൻഡ്. ഇതാണ് വി പിക്ക് ഇൻക്ലൈൻഡ് ആയിട്ട് വരുന്നത്, എച്ച് പിക്ക് പാരലായിട്ട് വരുന്ന ലൈൻ. ലൈൻ ഇൻക്ലൈൻഡ് ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി. സപ്പോസ് ഈ ലൈൻ ഇങ്ങനെ വരികയാണെങ്കിൽ ഇത് എച്ച് പിക്കും വി പിക്കും ഇൻക്ലൈൻഡ് ആണ്. എച്ച് പിക്കും വി പിക്കും ഇൻക്ലൈൻഡ് ആണ്. ഇനി ഫിഫ്ത്ത് വൺ, ലൈൻ പാസിംഗ് ത്രൂ മോർ ക്വാഡ്രൻസ്. ഇതിൽ ഈ പ്ലെയിനിന് പെനട്രേറ്റ് ചെയ്ത് വരുന്ന ലൈൻസ് ഉണ്ടാവും. അത് മോർ ക്വാഡ്രൻസ്, 2 or 3 ക്വാഡ്രന്റിൽ കൂടി പാസ് ചെയ്യുന്ന ലൈൻസ് ഉണ്ടാവും. ലൈൻസിന്റെ ലൊക്കേഷൻ 5 തരത്തിലാണ് മെയിനായിട്ട് വരുന്നത്. ലൈൻ എ ബി ഇൻക്ലൈൻ ടു എച്ച് പി ആൻഡ് പാരൽ ടു വി പി. അങ്ങനെ ഒരു ലൈൻ തന്നിട്ടുണ്ട്. എ ബി എന്ന് പറയുന്ന ലൈൻ എച്ച് പിക്ക് ഇൻക്ലൈൻഡും വി പിക്ക് പാരലുമാണ്. അപ്പോൾ എച്ച് പി ആയിട്ട് അത് സർട്ടൻ ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. ആ ആംഗിളാണ് തീറ്റ. ആ ആംഗിളിന് പറയുന്ന പേരാണ് ട്രൂ ഇൻക്ലിനേഷൻ. ട്രൂ ഇൻക്ലിനേഷൻ ടു എച്ച് പി. ഇതാണ് ഒബ്സർവർ ഡയറക്ഷൻ. ഒബ്സർവർ നോക്കുമ്പോൾ എ ഡാഷ് ബി ഡാഷ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ. എ ഡാഷ് ബി ഡാഷിൻ്റെ ലെങ്ത് എ ബിക്ക് ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ടോപ്പ് വ്യൂ എ ബി ആണ്. ടോപ്പ് വ്യൂ എ ബി ഇതിൻ്റെ ടോപ്പ് വ്യൂ ആണ്. ടോപ്പ് വ്യൂവിൻ്റെ ലെങ്ത് ഇതിൻ്റെ ആക്ച്വൽ ലെങ്ത്തിനേക്കാളും കുറച്ച് കുറവായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂവിൻ്റെ ലെങ്ത് ആക്ച്വൽ ലെങ്ത്തിന് ഈക്വൽ ആയിരിക്കും. ഇതിൻ്റെ ട്രൂ ഇൻക്ലിനേഷൻ തീറ്റ. അതുപോലെ ഈ ലൈൻ എച്ച് പിയെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്, ഈ പോയിന്റാണ് ഇതിന്റെ ഹൊറിസോണ്ടൽ ട്രേസ്. ഒരു ലൈൻ ഹൊറിസോണ്ടൽ പ്ലെയിനിനെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റാണ് അതിന്റെ ഹൊറിസോണ്ടൽ ട്രേസ്. അതുപോലെ തന്നെ ഒരു ലൈൻ വെർട്ടിക്കൽ പ്ലെയിനിനെ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പോയിന്റാണ് വെർട്ടിക്കൽ ട്രേസ്. എ ഡാഷ് ബി ഡാഷ് ഈക്വൽ ടു എ ബി. ലെങ്ത് ഓഫ് എ ബി ഈസ് ഈക്വൽ ടു അതിൻ്റെ ഫ്രണ്ട് വ്യൂവിൻ്റെ ലെങ്ത്. എ ബി ടോപ്പ് വ്യൂവിൻ്റെ ലെങ്ത് ഈസ് ലെസ് ദാൻ എ ബി. എ ബിയുടെ ആക്ച്വൽ ലെങ്തിനേക്കാളും കുറവായിരിക്കും ടോപ്പ് വ്യൂ ലെങ്ത്. അതുപോലെ തീറ്റ ഈക്വൽ ടു ട്രൂ ഇൻക്ലിനേഷൻ. A dash B dash is equal to true length. Theta is equal to true inclination with HP. ഈ പോയിന്റാണ് ഹൊറിസോണ്ടൽ ട്രേസ്.
ഇതിന്റെ പ്രൊജക്ഷൻ എച്ച് ഡാഷ്. ഹൊറിസോണ്ടൽ ട്രേസിന്റെ പ്രൊജക്ഷൻ ആണ് എച്ച് ഡാഷ്. അടുത്ത ഒരു ലൈൻ സി ഡി. ലൈൻ സി ഡി ഇൻക്ലൈൻ ടു വി പി, ഇൻക്ലൈൻ ടു വി പി ആൻഡ് പാരലൽ ടു എച്ച് പി. അപ്പൊ അതിന്റെ ടോപ്പ് വ്യൂ സി ഡി, ടോപ്പ് വ്യൂ സി ഡി, length of top view CD is equal to length of line CD. Length of front view C dash D dash. Length of C dash D dash front view less than length of CD, actual length. Then actual true length. True length. അതുപോലെ ആംഗിൾ ഫൈ, ഈ വെർട്ടിക്കൽ പ്ലെയിനായിട്ട് ഈ ലൈൻ ഉണ്ടാക്കുന്ന ആംഗിൾ ഫൈ. ട്രൂ ഇൻക്ലിനേഷൻ. ലൈൻ സി ഡി എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വെർട്ടിക്കൽ പ്ലെയിനിനെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്, ഈ പോയിന്റ് അത് വെർട്ടിക്കൽ ട്രേസ്. വെർട്ടിക്കൽ പ്ലെയിനിനെ ഇന്റർസെക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പോയിന്റാണ്, അതാണ് വെർട്ടിക്കൽ ട്രേസ്. അതിന്റെ പ്രൊജക്ഷൻ, അതിന്റെ ടോപ്പ് വ്യൂ, അത് വി, സ്മാൾ ലെറ്റർ വി. ഇതാണ് ഹൊറിസോണ്ടൽ ട്രേസും വെർട്ടിക്കൽ ട്രേസും.